പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സമൂഹത്തിൽ ഏതൊക്കെ രീതിയിൽ നമ്മളെ ആൾക്കാർ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പ്രോത്സാഹിപ്പിക്കുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യുക. അത് നല്ലതായാലും ചീത്തയായാലും എന്ത് കമൻ്റ് ആയാലും ഞാൻ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതുകൊണ്ട് എൻ്റെ അറിവിലും എൻ്റെ പരിചയസമ്പന്നതയും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനേ പറ്റത്തുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്നോ നാളെ പറഞ്ഞോ തീരാത്ത വിഷയങ്ങളുണ്ട് ഇതിൽ. അതുകൊണ്ട് കുറച്ച് മെയിനായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുകയാണ്. അത് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടുന്ന ഏത് വിഷയമാണ് ഡീറ്റെയിൽ ആയിട്ട് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്ന എന്നുള്ള കാര്യങ്ങളാണ്. അത് ഒന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. നമ്മൾ ദാമ്പത്യത്തിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. നമുക്കുള്ള പ്രേമബന്ധങ്ങളിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. നമ്മൾ ജോലിക്കാര്യത്തിൽ നമ്മൾ ചൂഷണം ചെയ്യപ്പെടും. ഈ 4 വിഷയമാണ് ഇപ്പം ഞാൻ ഉൾപ്പെടുത്തുന്നത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ ഇത് സംസാരിക്കാനുണ്ട്. പറഞ്ഞാലും തീരാത്ത വിഷയങ്ങളാണ്. ഈ സമൂഹത്തിൽ ഒരു മനുഷ്യനെ ഏതൊക്കെ രീതിയിലാണ് പറ്റിക്കപ്പെടുന്നത് എന്നുള്ള വിഷയം പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അറിവ് വെച്ചും പരിചയസമ്പന്നതും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് നിങ്ങൾ സ്വീകരിക്കണം. ബിസിനസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആ ബിസിനസ് നമുക്ക് യോജിച്ചതാണോ, നമുക്ക് അതിനോട് ഇഷ്ടമുണ്ടോ എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് പഠിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ബിസിനസ് കുഴപ്പമില്ല, നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് മുന്നേറാം, കുഴപ്പമില്ല. പക്ഷേ കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൽ കുഴപ്പം വരുന്നതെന്ന് പറഞ്ഞാൽ ബിസിനസ് ഇട്ടിട്ട് നമ്മളെ വഴിക്ക് പല കാര്യത്തിനും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ആ ബിസിനസ് എത്ര പൈസ ഉണ്ടെങ്കിലും ആ ബിസിനസ് തകർന്നിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടേയിരിക്കും. ഒരറ്റത്ത് നിന്ന് പോയി നമ്മളെ കയ്യിലുള്ള പൈസകൾ കംപ്ലീറ്റ് തീരും. കയ്യിലുള്ള പൈസ കംപ്ലീറ്റ് തീർന്നാൽ നമ്മൾ മറ്റുള്ള വഴികൾ തേടും. ലോൺ എടുക്കാനോ ബാങ്കുകളിൽ പോകും. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള വെളിയിൽ ഇൻട്രസ്റ്റിന് കൊടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയി ഇൻട്രസ്റ്റ് എടുക്കും, ഇൻട്രസ്റ്റിന് പൈസ എടുക്കും. ഈ ഇൻട്രസ്റ്റിന് പൈസ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ പൈസ ഇട്ടിട്ട് ബിസിനസ് ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ആ ബിസിനസ് വീണ്ടും ലോ ആയിക്കൊണ്ടേയിരിക്കും. വീണ്ടും നമ്മൾ അടുത്ത ആളിൻ്റെ ഇൻട്രസ്റ്റിന് പൈസ എടുത്ത് വീണ്ടും ബിസിനസ് അത് പിന്നെ വലിയ തകർച്ചയിലേക്ക് പോകും. വലിയ തകർച്ച എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിടക്കാടം വരെ നമുക്ക് കൈവിട്ടു പോകും. അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ ബിസിനസ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ബിസിനസ് വിജയിപ്പിച്ചെടുക്കുന്നിടം വരെയും, ബിസിനസ്സിന് ഒരു വിജയം ഉണ്ടാവുന്നിടം വരെയും നമ്മൾ ആ ബിസിനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നമ്മൾ ആ ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മൾ ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയാൽ ഏറെക്കുറെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. പല ആൾക്കാരും പല സുഹൃത്തുക്കളും പല കാര്യത്തിനായിട്ട് നമ്മളെ വിളിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുമ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ശരിയായി പോത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിസിനസ് വെച്ചിരിക്കുന്ന പൈസ എത്ര ആവശ്യമുണ്ടെങ്കിലും നമ്മൾ മറ്റുള്ള രീതിയിൽ നമ്മളെ കൂട്ടുകാർക്കോ നമ്മളെ ബന്ധുക്കാർക്കോ ആൾക്കാർക്കോ ഒന്നും മറിക്കാൻ കൊടുക്കാതിരിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഓർഡർ കൊടുത്തിട്ട് ആ ഓർഡർ വാങ്ങാൻ വേണ്ടിയായിരിക്കും നമ്മൾ ആ പൈസ കരുതി വെച്ചിരിക്കുന്നത്. ആ ഓർഡർ വരികയും ചെയ്യും. നമ്മളതിൽ ചിലപ്പോൾ ആ പൈസ റിട്ടേൺ വരണമെന്നില്ല. റിട്ടേൺ വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വേറെ വഴി തേടും. ഒന്ന് ഈ ബാങ്കിൽ സമീപിക്കും. ബാങ്കിൽ സമീപിച്ചു കഴിഞ്ഞാൽ ലേറ്റാവും.
ഒരുപാട് സമയങ്ങൾ എടുക്കും, ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പൈസ കിട്ടാൻ വേണ്ടി വ്യക്തികളെ സമീപിക്കും. വ്യക്തികളെ സമീപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് പലിശ കൂടുതലാണ്. അതുകൊണ്ട് അത് ശരിയാവാതെ പോകും. നമ്മൾ ആ പൈസ അന്നേരം പെട്ടെന്ന് നമ്മൾ അർജന്റ് കൊണ്ട് നമ്മളത് മേടിച്ചെടുക്കും. മേടിച്ചെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഇൻട്രസ്റ്റും കൊടുക്കണം. നമുക്ക് അത്രയും ചിലപ്പം പ്രോഫിറ്റ് വരണമെന്നില്ല. പ്രോഫിറ്റ് വരാതിരിക്കുന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇൻട്രസ്റ്റിനെടുത്ത് നമ്മൾ വീണ്ടും വീണ്ടും ബിസിനസ് ലോ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് മാക്സിമം ആ ഉള്ള കാര്യത്തിന് നമ്മൾ പോകാതിരിക്കുക. അതാണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം. രണ്ടാമത്തെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ പൈസ ഇല്ല, നമുക്ക് ആ ബിസിനസ് ചെയ്യണം, നമുക്ക് ആ ബിസിനസ്സിനോട് അതിയായ ആഗ്രഹമുണ്ട്. ബിസിനസ് ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു പോകും എന്ന് നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്. നമ്മൾ ആ ബിസിനസ്സിൽ ഇത് ഉണ്ട്, കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ പെട്ടെന്ന് പൈസ കിട്ടുന്ന അടുത്ത് പോകാതെ നമ്മളൊരു കുറഞ്ഞ ഇൻട്രസ്റ്റിന് പൈസ കിട്ടുന്ന ഒരു ബാങ്കിൽ പോയി അവിടുന്ന് ലോൺ പാസ്സാക്കി നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരുന്നു കഴിഞ്ഞാൽ ആ ബിസിനസ് കുറേയേറെ നമുക്ക് വിജയമാക്കി എടുക്കാം. അതല്ല നമ്മൾ മറ്റുള്ള കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞ് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് പോയാൽ ആ ബിസിനസ് ഒരു കാരണവശാലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമ്മൾ അത് തകർച്ചയിലേക്ക് തന്നെ പോകും. അതുകൊണ്ട് ആഗ്രഹിച്ച് ബിസിനസ് തുടങ്ങുന്നവർ ആ ബിസിനസ്സിന് ഏറെക്കുറെ ഇൻകം കിട്ടുന്നിടം വരെയെങ്കിലും നമ്മൾ അതിന് ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം. ഹാർഡ് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ ബിസിനസ് പരാജയമായിരിക്കും. ഇതാണ് എനിക്ക് ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് കാര്യം പറഞ്ഞു തരാനുള്ളത്. എൻ്റെ അറിവ് വെച്ചും എൻ്റെ അനുഭവ സമ്പത്ത് വെച്ചുമാണ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ അടുത്ത് ഞാൻ ഷെയർ ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാമ്പത്യം. ഇതാണ് ദാമ്പത്യത്തിൽ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു രണ്ടുപേരും രണ്ട് കൾച്ചറിൽ വളർന്നു വന്നവരാണ്. രണ്ട് കൾച്ചറിൽ വളർന്നു വരുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ളൊരു ഇതാണ് ദാമ്പത്യ ബന്ധം. അന്നേരം കുറേയൊക്കെ നമ്മൾ ജീവിത പങ്കാളിയായിട്ട് കുറേയേറെ നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി പോകണം. അഡ്ജസ്റ്റബിളായ പോകാതെ രണ്ടുപേരും പിടിവാശിയിൽ നിന്നാൽ ആ ബന്ധം ഒരിക്കലും ശാശ്വതമാവത്തില്ല. കുറച്ച് നമ്മൾ അഡ്ജസ്റ്റബിൾ ആയി പോയാൽ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ കുറേയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല നമ്മൾ പിടിവാശി എടുത്ത് നിന്ന് കഴിഞ്ഞാൽ, രണ്ടുപേരും പിടിവാശി എടുത്ത് നിന്ന് കഴിഞ്ഞാൽ ആ ദാമ്പത്യം പരാജയം തന്നെ ആയിരിക്കും. ഇത് ആണ് ദാമ്പത്യത്തിനെ കുറിച്ച് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ജീവിത പങ്കാളിക്ക് അഡ്ജസ്റ്റബിൾ ആയി കൊടുക്കരുത്. എപ്പോഴും ഒരു പരിധി വരെ കൊടുക്കാവൂ. ഒരു പരിധി കഴിഞ്ഞ് നമ്മൾ കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിത പങ്കാളി വീണ്ടും വീണ്ടും നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കണം. നമ്മൾ കുറെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാൾ നമ്മൾ നോക്കി മറ്റേ നമ്മളെ ജീവിത പങ്കാളിയും കൂടെ നമ്മളെ കൂട്ടത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ മുന്നോട്ട് പോകാൻ. ജീവിത പങ്കാളി നമുക്ക് ഒപ്പം അഡ്ജസ്റ്റബിൾ ആയില്ലെന്നുണ്ടെങ്കിൽ ആ ബന്ധം അവിടെ വെച്ച് നിർത്തണം. അവിടെ വെച്ച് നിർത്തി നിങ്ങൾ പിന്മാറണം. തരാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളാവും, കാര്യങ്ങളാവും, പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ അഡ്ജസ്റ്റബിൾ ആയിക്കൊണ്ടേയിരിക്കും. അഡ്ജസ്റ്റബിൾ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജീവിത പങ്കാളി നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അതിന് നിന്ന് കൊടുക്കാതിരിക്കുക. ഇതാണ് എനിക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട്. അതിന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കേൾക്കണമെന്ന് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ ഇത്രയും ഞാൻ ചുരുക്കി പറയുകയാണ് കാര്യങ്ങൾ. പിന്നെ മൂന്നാമതായി പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയുടെ കാര്യം. നമുക്കൊരു ജോലി നമുക്ക് ചിലപ്പം വീട്ടു സാഹചര്യങ്ങൾ കൊണ്ടാവാം, ചിലപ്പം നമുക്ക് അല്ലാതെയുള്ള സമ്മർദ്ദം കൊണ്ടാവാം നമുക്കൊരു ഇഷ്ടപ്പെടാത്ത ഒരു ജോലിക്ക് നമ്മൾ ചെന്നുപെടുന്നത്. ഇഷ്ടപ്പെടാത്ത ഒരു ജോലി ഒരിക്കലും സക്സസ് ആവത്തില്ല. നമുക്ക് ഇഷ്ടമുള്ള ജോലി മാത്രം തിരഞ്ഞെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ വിജയം ഉണ്ടാകത്തുള്ളൂ.
വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി തന്നെ തെരഞ്ഞെടുത്തിരിക്കണം. അതല്ല നമ്മളെ ജീവിത സാഹചര്യങ്ങളും നമ്മളെ വീട്ടിന്റെ കാര്യങ്ങളും നമുക്ക് അല്ലാതുള്ള സമ്മർദ്ദവും ഒക്കെ കൊണ്ട് നമ്മളൊരു ജോലിയിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാല് നമ്മള് ഇഷ്ടമില്ല. അന്നേരം നമുക്ക് ഒരു ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് അതെല്ലാം തെറ്റായിരിക്കും ചെയ്യുന്നത്. അന്നേരം നമുക്കുള്ള മേളിലുള്ളവര് നമ്മളെ വഴക്ക് പറയും, നമുക്ക് പണിഷ്മെന്റ് തരും. അങ്ങനെ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും ചൂഷണം ചെയ്യപ്പെടുകയാണ് അത്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ജോബ് തിരഞ്ഞെടുത്ത് അതിലേക്ക് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തരുന്ന ടിപ്സ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ കൊണ്ട് ആ ജോലിയിൽ നിങ്ങൾക്ക് കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നാള്, അതായത് അധികം നാൾ അതിൽ നിൽക്കുക, ആ ജോലിയിൽ തുടരാതെ കുറച്ച് നാള് നിങ്ങൾ ആ ജോലിയിൽ തുടർന്നിട്ട് പരമാവധി നിങ്ങൾ വേറെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് മാറത്തക്ക രീതിയിലുള്ള പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. പരിശ്രമിച്ച് നിങ്ങൾ ആ ജോബ് തിരഞ്ഞെടുത്ത് അതിലേക്ക് കൊണ്ടിരിക്കണം. ഇതാണ് നമുക്ക് മാക്സിമം ചെയ്യാനുള്ള ഒരു വിഷയം. ഇതിൻ്റെയും വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരും. പക്ഷെ ഇപ്പൊ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒത്തിരി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയിൽ ചുരുക്കുന്നത്. നാലാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമമാണ്. പ്രേമം എന്ന് പറഞ്ഞാൽ ലവ്. എല്ലാ മനുഷ്യനും പ്രേമമുണ്ട്, കാര്യങ്ങളുണ്ട്. പ്രേമം നല്ലതാണ്, പക്ഷെ അത് പവിത്രമായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൺകുടം നിലത്ത് വീണ് ഉടയുന്ന കണക്ക് അത് ഉടഞ്ഞു പോകും. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ ടീനേജ് പ്രായമുള്ള കുട്ടികൾക്ക് ഈ ലവ് പെട്ടെന്നാണ് വരുന്നത്. ഓരോ കാര്യങ്ങൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്നും നോക്കത്തില്ല, എടുത്തു ചാടി പെട്ടെന്നാണ് അവർക്കുള്ള ലവ് വരുന്നത്. അതുകൊണ്ട് അവര് ഇന്ന് കാണുന്നവരെ പറയും എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്ക് ചിലപ്പം സീരിയസ് ആയിരിക്കും, ചിലപ്പം സീരിയസ് അല്ലായിരിക്കും. അയാൾ ടൈം പാസിനായിരിക്കും ഇഷ്ടമാണെന്ന് പറയുന്നത്. 2 ദിവസം കഴിയുമ്പം ഈ ഇഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തി വേറൊരാളെടുത്ത് ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് മറ്റേ വ്യക്തിക്ക് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന പ്രശ്നങ്ങൾ അതാണ്. അതായത് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണത്. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. പിന്നെ പവിത്രമായ പ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ആളിനെ കണ്ടു, നമുക്ക് ഇഷ്ടമാണ്, മറ്റേ കക്ഷിക്ക് നമ്മളെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ഒരു മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാതെ മനസ്സിൽ ഒരു ഇഷ്ടം രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ അവര് തമ്മിൽ ആദ്യം സുഹൃത്തുക്കളായി അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം മനസ്സിലാക്കി, അവർക്കുള്ള സ്വഭാവ ഗുണങ്ങളും വീട് ചുറ്റുപാടുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവര് പ്രണയിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള വീട്ടുകാരെയൊക്കെ അറിയിച്ച് ലാസ്റ്റ് അത് വിവാഹത്തിലെത്തി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രേമം പരിശുദ്ധമാണ്. അതല്ല, ചിലർ പ്രേമിക്കും, നമ്മളെ ചിലപ്പം പണം കണ്ടാവാം, അല്ലെങ്കിൽ നമ്മളെ ശരീരം കണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാവാം ചിലവർ പ്രേമിക്കുന്നത്. അതുകൊണ്ട് ആ പ്രേമത്തിലൊന്നും നിങ്ങൾ ചെന്നുപെടാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ പ്രേമം നല്ലതാണ്. നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഒരാളെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പ്രേമിച്ചു. പ്രേമത്തിന് ഞാൻ ഒരിക്കലും എതിരല്ല, അത് നല്ലത് തന്നെയാണ്. പിന്നെ എന്റെ സങ്കല്പത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പ്രേമം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ വിവാഹത്തിന് മുമ്പാണ് പ്രണയിക്കുന്നതെങ്കിൽ വിവാഹം വരെ ആ പ്രണയം കാണത്തോളം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം. എൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മളെ ജീവിത പങ്കാളിയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞ് അവരോട് തോന്നുന്ന പ്രേമം നമുക്ക് അവസാനം വരെയും അവരെ പ്രേമിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് നിങ്ങൾ പലയിടത്തും പോകുമ്പോഴും തന്നെ നിങ്ങൾ കാണുന്ന ഒരേ കാര്യങ്ങളാണ്. വയസ്സായ അച്ഛനും അമ്മയും രണ്ടുപേരും കൂടെ കൈ പിടിച്ചു ഒരു സീറ്റിലിരുന്ന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ശരീരമേ വയസ്സായിട്ടുള്ളൂ, മനസ്സ് വയസ്സായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും അവർ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രണയമാണ് ഏറ്റവും നല്ല പ്രണയം എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഏത് രീതിയിലും എടുക്കാം. അത് തെറ്റാണെന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ അത് എൻ്റെ കമന്റ് ബോക്സ് വന്ന് കമന്റ് ചെയ്യുക. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. ഇത് നിങ്ങൾ ഒരു കാരണവശാലും ഈ അഡ്വൈസ് നിങ്ങൾ ഒരു കാരണവശാലും തള്ളിക്കളയത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ്. എൻ്റെ വീഡിയോ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ, എൻ്റെ വീഡിയോയിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. നാളെ നമുക്ക് വീണ്ടും വേറൊരു വിഷയമായിട്ട് കാണാം.